മഴനൊരു മുമ്പ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാലചന്ദ്രനെയും അലീനയും വീട്ടിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഉറച്ച് പറയുകയാണ്, ഇല്ല ഞാൻ വരുന്നില്ല എന്ന്. ഇപ്പോൾ കൃഷ്ണമോളും പറയുന്നുണ്ട്, വേണ്ട നമുക്ക് തിരിച്ച് തന്നെ വീട്ടിലോട്ട് തന്നെ പോകണം, എന്നാലേ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അമ്മ എല്ലാം മാറും എന്നും പറയുന്നുണ്ട്. എന്നാൽ അതെല്ലാം അനുസരിച്ച് കൊണ്ട് വീണ്ടും തിരിച്ചു പോകാൻ ഒരുങ്ങുന്നു. അങ്ങനെ ബാലചന്ദ്രൻ പറയുകയാണ് മനുവിൻ്റെ അടുത്ത്, മനു ഞങ്ങളിനി വീട്ടിലേക്ക് പോവുകയാണ്, നീ ഇനി അവിടെ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം എന്തെന്നാൽ അവളെ ഇനി ആരും ആ വീട്ടിൽ വഴക്ക് പറയാൻ പാടില്ല, നീ രാജീവിൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണമെന്നും പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം വേണ്ട വേണ്ട എന്ന് പറയുന്ന ഒരാൾ മാത്രമേ ആ വീട്ടിലുള്ളൂ, മുത്തശ്ശി. കാരണം എന്തെന്നാൽ മുത്തശ്ശിക്ക് അലീനയുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. അവളെല്ലാ ജോലികളും ചെയ്യുകയും അതുപോലെ തന്നെ മുത്തശ്ശിയുടെ കാര്യങ്ങൾ ആ വീട്ടിലുള്ള എല്ലാവരെക്കാളും നല്ല രീതിയിൽ നോക്കുന്നതും അലീനയായിരുന്നു. അലീന പോയത് മുതൽ സങ്കടത്തിലായത് മുത്തശ്ശി മാത്രമായിരുന്നു. എന്നാൽ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അവൾ പോയതിൽ സന്തോഷം മാത്രമേ കണ്ടെത്തിയിരുന്നുള്ളൂ. എന്നാൽ ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറിമറിയുന്നത് പോലെ അലീനയും ബാലചന്ദ്രൻ വീട്ടിലേക്ക് കയറി വരികയാണ്. അങ്ങനെ എല്ലാവരും നല്ല ദേഷ്യത്തോടെ നിൽക്കുകയാണ്. എന്താണെന്നറിയില്ല, വൈജയന്തി ഭയങ്കര ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. ഇനി നീ നോക്കിയേ ഒന്നും ചെയ്യണ്ട, ഇനി ഈ വീട്ടിൽ അലീന എൻ്റെ മകളായിട്ട് ഈ വീട്ടിൽ തന്നെ കാണാം. എൻ്റെ 3 മക്കളെ എല്ലാ സ്ഥാനവും അതുപോലെ തന്നെ ഈ അലീനയ്ക്കും ഈ വീട്ടിലുണ്ടാകും എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വൈജയന്തി പറയുകയാണ്, ഇനി ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ഞാനില്ല. കാരണം എന്തെന്നാൽ നീ അറിഞ്ഞു തന്നെ ഇത് ചെയ്യണം. ഞാൻ നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാ, എന്നിട്ട് നീ ഇവിടെ കയറി വന്നില്ലേ, എന്ത് ധൈര്യമാടി എന്ന് ചോദിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ നിർത്തടി, നീ ആരാ, ഇതുവരെ തീർന്നില്ലേ നിൻ്റെ അഭ്യാസം എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം എന്തെന്നാൽ നീയാണ് ഈ വീട്ടിൽ എല്ലാത്തിനും കാരണം, എന്നിട്ടും വീണ്ടും നീ അധികാരത്തോടെ ഇവളെ പുറത്താക്കാൻ നോക്കുന്നു. ഇനി അത് നടക്കില്ല. ഇനി പുറത്താക്കണമെങ്കിൽ ആദ്യം നീ എന്നെ പുറത്താക്കണം, അതിനുശേഷമേ അവളെ പുറത്താക്കാൻ പറ്റുള്ളൂ എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഈ വീട്ടിലെ വേലക്കാരിയല്ല അലീന, ഇനി എൻ്റെ മകളുടെ സ്ഥാനമാണ്, എൻ്റെ മകളെപ്പോലെയാണ്, 3 മക്കളിൽ ഒരാളാണ്. ആ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ബാലചന്ദ്രൻ. ഇത് കേട്ടിലൂടെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് വൈജയന്തി പറയുകയാണ്, ഏത് തരത്തിലാണ് നിങ്ങളുടെ മകളാവുന്നത്? ഇവിടെ 3 മക്കളുണ്ട്, അവർ ആണ് നിങ്ങളുടെ മക്കൾ, അല്ലാതെ ഇവളല്ല, ഈ അനാഥയല്ല. വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ നിർത്തു നിൻ്റെ അഭ്യാസം, ഇനി എൻ്റെ അടുത്ത് ഇവിടെ ഈ കാര്യം പറഞ്ഞു പോകരുത് എന്ന് ബാലചന്ദ്രൻ ദേഷ്യത്തോടെ പറയുകയാണ്. ഇതെല്ലാം കേട്ട് മക്കൾ എല്ലാവരും നോക്കി നിൽക്കുകയാണ്. മക്കൾ പറയുകയാണ്, അച്ഛാ എന്തിനാ ഇവിടെ നിന്ന് ഇറക്കി വിട്ടവളെ ഇവിടെ കൊണ്ടുവരുന്നത്? അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളാരാ ഇതെൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ, അമ്മയെപ്പോലെ ആയോ നിങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, എനിക്ക് ഈ വീട്ടിൽ നിൽക്കുന്ന ഇഷ്ടമില്ല അലീന എന്ന് മോൻ പറയുകയാണ്. വേണ്ട, ഇവിടെ ആർക്കാണോ ഇഷ്ടമില്ലാത്ത അവർ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാം, അല്ല എങ്കിൽ ഇവിടെ നിൽക്കാം, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ കയറി പോവുകയാണ് മുകളിലോട്ട്. അപ്പോൾ വിളിക്കുകയാണ് മുത്തശ്ശി, എന്താ അവിടെ ശബ്ദം കേൾക്കുന്നത്? എല്ലാവരുടെ ഭയങ്കര ഒച്ച കേൾക്കുന്നുണ്ടല്ലോ, എൻ്റെ അടുത്ത് ആരും ഒന്നും പറയില്ല, എന്താ കാര്യം വൈജയന്തി എന്ന് വിളിക്കുന്നുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട, ഇവിടെ ബാക്കിയുള്ളവർ വന്നിട്ടുണ്ട്, അവിടുത്തെ ചോദിച്ചാൽ മതി നിങ്ങൾ എന്ന് മറുപടി പറയുന്നുണ്ട്. ഉടനെ തന്നെ അലീന അടുത്തേക്ക് പോകുന്നുണ്ട്. അലീനയോ, നീ വന്നോ? എനിക്കിപ്പോഴാണ് സന്തോഷമായത്. ഈ വീട്ടിലൊരു മോഹമായിട്ടിരിക്കുകയായിരുന്നു ഞാൻ. നീ വന്നപ്പോഴാണ് ഒരു ഒച്ചയും ബഹളവുമൊക്കെ ഉണ്ടായത്. ആദ്യമായി പൊട്ടിത്തെറിക്കുമെന്ന് എനിക്കറിയായിരുന്നു. എന്നാൽ ഇനി നീ എവിടെയും പോകരുത് എന്നെ വിട്ട്. നീ ഇല്ലാതെ എനിക്ക് ഇവിടെ ഭയങ്കര ഒരു വിഷമം തന്നെയായിരുന്നു അലീന എന്ന് പറയുന്നു മുത്തശ്ശി. ഇത് കേട്ടപ്പോൾ സന്തോഷത്തോടെ പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശി, ഞാൻ ഇനി ഇവിടെ നിന്ന് പോകില്ല. കാരണം എന്തെന്നാൽ എനിക്കിവിടെ നിൽക്കണം, അത് എൻ്റെ ആവശ്യം കൂടിയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ മുത്തശ്ശിക്ക് അത് മനസ്സിലാവുന്നില്ല എന്താ അങ്ങനെ അലീന പറഞ്ഞതെന്ന്. എന്നാൽ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് മകൻ. പറയുകയാണ്, നീ ഇനി ഇവിടെ നിന്ന് പോകണം. വീണ്ടും പറയുന്നുണ്ട്, ഇല്ല ഞാൻ പോകില്ല, അത് അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ മതി, ഇപ്പോൾ എൻ്റെ അച്ഛനാ അത്. അപ്പോൾ തിരിച്ച് പറയുന്നുണ്ട്,
കൃഷ്ണ വൈജയന്തി അടുത്ത് പറയുന്നുണ്ട്, ഇനി ചേച്ചിയെ ദ്രോഹിക്കരുത്, ദ്രോഹിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഒന്നും മിണ്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, വെറുതെ ഇരുന്നാൽ മതി. നീ എന്നെ പഠിപ്പിക്കുകയാണോ കൃഷ്ണ? ഇനി എൻ്റെ അടുത്ത് ഇതുപോലെ സംസാരിക്കാൻ എൻ്റെ അടുത്ത് വരരുത് എന്ന് പറയുന്നുണ്ട്. എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നേ എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് കൃഷ്ണ. കാരണം എന്തെന്നാൽ ഇനിയും ദ്രോഹിക്കുന്നത് ഇഷ്ടമില്ല എനിക്ക് ചേച്ചിയെ. നീ ഇപ്പോൾ അച്ഛനെ പോലെ നീയും ആയോ എൻ്റെ അടുത്ത് എന്ന് ചോദിക്കുന്നുണ്ട് വൈജയന്തി. എന്നാൽ പറയുന്നു, അതെ, ഞാൻ അച്ഛനെ പോലെയാ, അമ്മയെപ്പോലെ ആയാൽ ശരിയാവില്ല, എനിക്കിപ്പോൾ അതെല്ലാം മനസ്സിലായി എന്ന് കൃഷ്ണ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോവുകയാണ്.